മാത്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. LSS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് മാത്സ്യൂള് സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ LSS എക്സാമിന് മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട്, വെറും വാക്കല്ല, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രയാസമുള്ള ചോദ്യങ്ങളുണ്ട്, എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട്, എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് 5 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങളും സ്വന്തമായി ചെയ്തു നോക്കാം. അപ്പോൾ ഏതെങ്കിലും ചോദ്യം കിട്ടാത്തതുണ്ടെങ്കിൽ, ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ വീഡിയോ തുറന്ന് കണ്ട് കൃത്യമായി ആ ചോദ്യവും ആൻസറും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് അറിയാനുള്ള ഒരു വഴിയാണ് ഈ രീതിയിൽ വീഡിയോ പ്രസന്റ് ചെയ്യുന്നതിലൂടെ മാത്സ്യൂൾ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നോക്കൂ, അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. ഒരു ടൂറിസ്റ്റ് ബസ് ആദ്യത്തെ 100 കിലോമീറ്റർ ഓടുന്നതിന് 7000 രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 40 രൂപയുമാണ് ചാർജ്. ഒരു ദിവസം 110 കിലോമീറ്റർ ഓടിയാൽ എത്ര രൂപ കൊടുക്കണം? ഇംഗ്ലീഷിൽ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞെന്താ, ഫസ്റ്റ് 100 കിലോമീറ്ററിന് ആദ്യത്തെ 100 കിലോമീറ്റർ ഓടുമ്പോൾ ആദ്യത്തെ 100 കിലോമീറ്റർ ആദ്യത്തെ 100 കിലോമീറ്റർ ഓടുന്നതിന് അവർ വാടകയായിട്ട് എടുക്കുന്നത് എത്രയാണ്? 7000 രൂപയാണ് വാടകയായിട്ട് എടുക്കുന്നത്. 7000 രൂപ, 7000 റുപ്പീസാണ് എടുക്കുന്നത്. അപ്പോൾ പിന്നീട് ഓരോ കിലോമീറ്റർ ഓടുമ്പോഴും 40 രൂപ അതിന്റെ കൂടെ കൂടും. അതായത് 100 കിലോമീറ്ററിന് 7000, 101 കിലോമീറ്റർ ആണെങ്കിൽ 7000ന്റെ കൂടെ 40 കൂടും. അപ്പൊ ഇവിടെ എത്ര സഞ്ചരിക്കുന്ന എത്രയാന്ന് നോക്കിയാൽ 40 രൂപ. ഒരു ദിവസം 110 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 110 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ശ്രദ്ധിക്കൂ, 110 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതിൽ 100 കിലോമീറ്റർ നിർബന്ധമായും 7000 കൊടുക്കണം. ഓക്കെ, പിന്നെ ബാക്കി അതിൽ എത്ര വരിക? 10 കിലോമീറ്റർ വരിക. അപ്പൊ അധികം വരുന്നത് 10 കിലോമീറ്റർ. ഈ 10 കിലോമീറ്ററിന് ഓരോ കിലോമീറ്ററിന് എത്ര പറഞ്ഞിട്ടുണ്ട്? 40 രൂപ, 40 റുപ്പീസ് ആണ് പറഞ്ഞത് ഈച്ച് കിലോമീറ്റർ. എങ്ങനെ? എബോവ് 100 വരുന്ന ഓരോ കിലോമീറ്ററിനാണ് എത്ര വരുന്നത്? 40 റുപ്പീസ് വരും. അപ്പൊ 10 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ എത്ര 40 വരും? 10 40 വരും. 10 × 40 നമുക്കറിയാലോ, മൾട്ടിപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 400 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 10 കിലോമീറ്റർ ഓടുന്നതിന് എത്ര വരും? 400 വരും. അപ്പൊ ആകെ 110, 100ഉം 10ഉം 110 കിലോമീറ്റർ ഓടുമ്പോൾ എത്ര വരും? 7400. നമുക്ക് ആൻസർ 7400 രൂപ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ 120 കിലോമീറ്റർ ആണെങ്കിലോ 100 കിലോമീറ്ററിന് ഇത്ര തന്നെ, 20 കിലോമീറ്ററിന് 20 × 40 എത്രയാണ് വരിക? അതങ്ങനെ കൂട്ടിയിട്ട് എഴുതണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. 3452 എന്ന സംഖ്യയും 3452 എന്ന നമ്പറും അതിന്റെ 1ന്റെയും 1000ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. What is the difference between the number 3452 and the number obtained by interchanging the digits in the ones and thousands place? അപ്പൊ ഒരു നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ നമ്പർ എന്താ? ഈ നമ്പറിന്റെ വൺസ് പ്ലേസും അതേപോലെ തന്നെ 1000 പ്ലേസും പരസ്പരം മാറ്റുന്നു. അപ്പോഴെന്താണ് ആ നമ്പർ ഏതാ വരിക? ഇവിടെ ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരും, 2നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ പുതിയ നമ്പർ എത്ര കിട്ടും? 2, 4, 5. ഈ 2 മാറ്റിയിട്ട് 3 എഴുതണം. ഓക്കെ, 3 കിട്ടും. ഇവര് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈസിയാണ്. ഇനി എങ്ങനെ? 3452 നിന്ന് 2453 നമ്മൾ കുറക്കണം. നോക്കൂ കുട്ടികളെ, ഇവിടുത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഈ നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ചോദ്യത്തെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 2 ചെറിയ നമ്പർ, 3 വലുത്. അപ്പോൾ എത്ര വരും? ഇത് 12 ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടുന്ന് 1 കുറയും, 4 വരും.
12 3 പോയാൽ നമുക്ക് 9 കിട്ടും. 4 5 പോവില്ല. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ ഒന്ന് 14 ആക്കും. അപ്പൊ ഇതെത്ര വരും? 3 വരും. 14 5 പോയാൽ നമുക്ക് 9 കിട്ടും. അപ്പൊ ഇവിടെ എത്ര? 3 4 പോവില്ല. അപ്പൊ ഇത് 13 ആയിട്ട് എടുക്കും. അപ്പൊ 3ന്റെ സ്ഥാനത്ത് 2 വരും. 13 4 പോയാൽ 9 വരും. 2 2 പോയാൽ 0. അതായത് നമുക്ക് എത്ര കിട്ടും? 999. ആൻസർ നമുക്ക് കിട്ടുന്നത് 999. അത് കിട്ടാനുള്ള മറ്റൊരു വഴി എന്താണ് നോക്കി നിങ്ങൾ. 3452 2452 കുറക്കുന്നതെങ്കിൽ എത്രയാ വരിക? നോക്കൂ കുട്ടികളെ, അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാം. 3452 നിന്ന് 2452 സബ്ട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഈസി ആയിട്ട് എത്ര എഴുതും? നിങ്ങൾ 1000 എഴുതുമല്ലോ. അപ്പോ 2452 പകരം എത്ര ചെയ്യുന്നുണ്ട്? 2453 കുറക്കുന്നുണ്ട്. അതായത് ഇതിനേക്കാൾ ഒന്ന് അധികം കുറക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഉത്തരത്തിൽ നിന്നും ഒന്ന് കുറവ് വരും. അതെത്രയാ വരിക? 999. ഈ 2 നമ്പറുകളുടെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ഒരു ഐഡിയയിലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതേമാതിരി കുറച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം ഫ്രം July 12 at 21:30 to July 14 at 1:15? ജൂലൈ 12 തീയതി 21:30 മുതൽ ജൂലൈ 14 തീയതി 1:15 വരെ ആകെ എത്ര സമയം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ തീയതി അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുക? ഒരു ട്രെയിൻ 21:30 വിട്ടു, അടുത്ത ദിവസം അത് 1:15 ഒരു സ്റ്റേഷനിലെത്തി എങ്കിൽ എത്ര ടൈം എന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഒരു ദിവസത്തിന്റെ സമയം ഇവിടെ ഉണ്ടാവാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ജൂലൈ 12 മുതൽ ജൂലൈ 14 വരെയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ജൂലൈ 12 മുതൽ ജൂലൈ 14 വരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ജൂലൈ 12 21:30 മുതൽ ജൂലൈ 13 എന്നൊരു ഡേറ്റ് ഇതിന് ഇടയിൽ ഉണ്ടാവുമല്ലോ. ജൂലൈ 13 21:30 വരെ എത്ര സമയമായി? 24 അവേഴ്സായി, 24 മണിക്കൂറായി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 24 മണിക്കൂറായി. അതായത് ഒരു ദിവസം ഇപ്പൊ രാവിലെ 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ എത്ര സമയം എന്ന് വെച്ചാൽ 24 മണിക്കൂർ. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ എന്ന് പറയുമ്പോൾ ഈ 24 മണിക്കൂർ. ഒരേ മാതിരി വരികയാണെങ്കിൽ രാവിലെ തന്നെ രണ്ടും വന്ന് ഒരേ സമയമാണെങ്കിൽ 24 മണിക്കൂർ. ഇത് രാത്രിയാണ് വരുന്നത്. 24 ക്ലോക്ക് അല്ലേ? 24 മണിക്കൂർ ക്ലോക്ക് ആണ്. അപ്പൊ 21 രാത്രി 21:30 മുതൽ അടുത്ത ദിവസം രാത്രി 21:30 വരെയാണ് ഞാൻ എടുത്തത് ഇപ്പൊ ആദ്യം. അപ്പൊ എത്ര മണിക്കൂർ വന്നു? 24 മണിക്കൂർ വന്നു. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ജൂലൈ 13 മുതൽ ജൂലൈ 14 വരെ തൊട്ടടുത്ത ദിവസമായല്ലോ. അപ്പോ 21:30 മുതൽ 1:15 വരെ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, 21:30 1:15 ഇത് ഏത് ക്ലോക്ക്? 24 മണിക്കൂർ ക്ലോക്ക് ആണ്. അപ്പോ നമ്മൾ 24 മണിക്കൂറിന്റെ ക്ലോക്കിലേക്ക് മാറുക. അപ്പൊ 21:30 നമുക്ക് 22 ആവണമെങ്കിൽ എത്ര മിനിറ്റ് പോകും? 21:30 22 അവേഴ്സ്, 22 അവേഴ്സ് ആവാൻ 30 മിനിറ്റ് വരും. ശ്രദ്ധിക്കണേ, എത്ര മിനിറ്റ് വരും? 30 മിനിറ്റ്. മിനിറ്റ്സ് എന്നാണ് കേട്ടോ, മിനിറ്റുകൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ സമയത്രയായി? 22 മണി വരെ ആവുമ്പോ 30 മിനിറ്റ്. 22 മുതൽ 24 വരെ വേണം. അപ്പൊ എത്ര വരും? 2 മണിക്കൂർ വരും. കറക്റ്റ് അല്ലേ? 21:30 ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. 21:30 മുതൽ ടു 22 മണി വരെ 30 മിനിറ്റ് വരുമല്ലോ. അതറിയാലോ നിങ്ങൾക്ക്. 30 മിനിറ്റ് വരും. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? 22 മുതൽ 24 വരെ അത് 2 മണിക്കൂർ. പിന്നെ 24 മുതൽ 1:15 വരെ അത് കണ്ണും ചിമ്മിട്ട് നമുക്ക് ഇത് തന്നെ എഴുതാം. എത്ര വരും? 1 മണിക്കൂറും 15 മിനിറ്റും. അവറിലും മിനിറ്റിലും പറയാം. 1 മണിക്കൂറും 15 മിനിറ്റും. അപ്പോൾ ഇനിയിപ്പോ ആകെ എത്ര സമയമാണെന്ന് നോക്കിയാൽ മതി. എത്ര കിട്ടും? ആദ്യം നമുക്ക് കിട്ടിയത് 24 മണിക്കൂർ. 24 മണിക്കൂർ. പിന്നെ ഇവിടെ കിട്ടിയത് 2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 2 അവർ, പിന്നെ 1 മണിക്കൂർ. ഓക്കെ, അപ്പോ ആകെ മണിക്കൂർ അപ്പൊ എത്രയായി? 24 2 26 1 27 മണിക്കൂറായി.
27 മണിക്കൂറായി. ഇനി എത്ര മിനിറ്റ് നോക്കിയാൽ ഇവിടെ 30 മിനിറ്റ്, ഇവിടെ 15 മിനിറ്റ്. അപ്പൊ എത്ര മിനിറ്റ്? 45 മിനിറ്റ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 27 മണിക്കൂർ 45 മിനിറ്റ് എന്ന് കിട്ടും. 27 മണിക്കൂർ 45 മിനിറ്റ്. ഇത് മണിക്കൂറും മിനിറ്റും ആയിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ സമയം പറഞ്ഞത്. ഇനി ദിവസത്തെ വെച്ച് പറയുന്നുണ്ടെങ്കിലോ, ഒരു ദിവസം 24 മണിക്കൂറാണ് നമുക്ക് 1 ഡേ എന്ന് എഴുതാം. അപ്പൊ ആ വരുന്ന ഒരു ദിവസം വരുമ്പോ ബാക്കിയുള്ള സമയം നോക്കിയാൽ മതി, ഇവിടത്തെ സമയം നോക്കിയാൽ മതി. ഒരു ദിവസമാണ് കൂട്ടുന്നതെങ്കിൽ ഇതിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 24 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? ഒരു ഡേ കിട്ടും. അങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഡേ കിട്ടും. 24 കഴിച്ചാൽ ബാക്കി എത്ര കിട്ടും? 3 മണിക്കൂർ കിട്ടും. പിന്നെ എത്ര കിട്ടും? 45 മിനിറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ ആകെ എത്ര സമയം മതി വേണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? യെസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 4-digit odd number that can be formed using the digit 4, 8, 6 and 7? 4, 8, 6, 7 ഈ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക ഒറ്റ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ ഇവിടെ ഓർമ്മിക്കണം, 4 ഡിജിറ്റ് വേണം, 4 അക്കം വേണം ആ സംഖ്യയില്. കൂടാതെ ഒറ്റ നമ്പർ ആയിരിക്കണം, ഓഡ് നമ്പർ ആയിരിക്കണം. നോക്കൂ കുട്ടികളെ, അപ്പൊ ഞാൻ 4 സ്ഥലം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, 4 സ്ഥലം കൊടുക്കുകയാണ്. അതിൽ ഒറ്റ നമ്പർ ആവണമെങ്കിൽ ഇതിൽ 4, 8, 6, 7 ഇതിൽ ഓഡ് നമ്പർ 7 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആരെന്നെ വരണം? 7 തന്നെ വരണം. അപ്പൊ 7 വന്നു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഈ 3 ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ നമ്മൾ എഴുതണം. ഈ 3 ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ പറയുമ്പോൾ ആദ്യം എത്ര വരും? 8, പിന്നെ വരുന്നത് 6, പിന്നെ വരുന്നത് 4. അപ്പൊ ആൻസർ വരുന്നത് 8647, 8647. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? 4 സ്ഥലങ്ങളിൽ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതിന് എടുത്തുകൂടാം. ചില കുട്ടികൾ എന്ത് എഴുതും? 8764 എന്ന് എഴുതും. തെറ്റാണത്. ആ ലാസ്റ്റ് 4 വന്നാൽ അത് ഓടല്ല, അത് ഇവണാണ്. അത് ഒറ്റയല്ല, ഇരട്ടയാണ്. അപ്പൊ ഒറ്റ എന്ന് പറയുമ്പോൾ ഒറ്റ. ഇനി ഇതേ ചോദ്യം തിരിച്ചിട്ട് ഇരട്ട സംഖ്യ എഴുതാൻ പറഞ്ഞു വെച്ചോ. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ 3, 5, 9, 4 ഉപയോഗിച്ചിട്ട് ഇരട്ട നമ്പർ എഴുതാൻ പറഞ്ഞു. ഏറ്റവും വലിയ ഇരട്ട നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 4 സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം ഇരട്ടയല്ലേ പറഞ്ഞത്, 4 എഴുതുക. ഈ 9, 5, 3 വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ എഴുതുക. 9, 5, 3 എന്ന് പറയുന്നത് എന്താ വരിക? 9, 5, 3. ഇങ്ങനെയുള്ള ഏറ്റവും ചെറുത് ചോദിച്ചാലോ, ചെറിയ നമ്പറാണ് ചോദിച്ചെങ്കിലോ ഇവിടെ 4 എഴുതുക. ഈ 9, 5, 3 വെച്ചിട്ട് 3, 5, 9 എഴുതും. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. 5th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 8000-ൽ നിന്ന് 5874 കുറച്ച സംഖ്യ കിട്ടാൻ 7999-ൽ നിന്ന് ഏത് സംഖ്യ കുറക്കണം? ഇംഗ്ലീഷും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 8000-ൽ നിന്ന് 5874 കുറച്ച് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ, ആൻസർ ഉണ്ടാവുമല്ലോ. ആ ആൻസർ കിട്ടാൻ 7999-ൽ നിന്ന് ഏത് നമ്പർ കുറക്കണം? ഏത് ആൻസർ കിട്ടാൻ? ഇവിടെ കിട്ടിയ അതേ ആൻസർ കിട്ടാൻ. ഇവിടെ കിട്ടിയ അതേ ആൻസർ ഇവിടെ കിട്ടാൻ 7999-ൽ നിന്ന് ഏത് നമ്പർ കുറക്കണം? ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാം ഇട്ടേക്കാം. ഏത് നമ്പർ കുറക്കണം? ആ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് ഇത് കുറച്ച ആൻസർ കിട്ടാൻ ഇതിൽ നിന്ന് ഏത് ആൻസർ കുറക്കണം. അപ്പൊ ചില കുട്ടികളൊക്കെ ചെയ്യാം, ഇതിൽ നിന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചു, എന്നിട്ട് ആ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇതിൽ നിന്ന് ആ ആൻസർ കുറച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? ഈ 8000-ഉം 7999 നോക്കിയാൽ 8000-ഉം 7999-ഉം തമ്മിലുള്ള ബന്ധം നോക്കിയാൽ ഇതിനേക്കാളും 1 കുറവാണ് ഇത്, അല്ലെ? അപ്പൊ ഇതിൽ എന്തോ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. എന്താണ് ആ ട്രിക്ക് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. 8-ൽ നിന്ന് നോക്കൂ കുട്ടികളെ, 8-ൽ നിന്ന് 3 കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, 7-ൽ നിന്ന് ഏത് കുറച്ചാലാണ് ഈ 5 കിട്ടുക? 8-ൽ നിന്ന് 3 കുറച്ചാൽ 5 കിട്ടും. അപ്പൊ 7-ൽ നിന്ന് ഏത് കുറച്ചാലാണ് അതേ 5 കിട്ടുക?
7 നിന്ന് ഏത് കുറച്ചാലായിരിക്കും? നിങ്ങൾക്കറിയാം 2 കുറച്ചാലാണ് അല്ലെ. 7 നിന്ന് 2 കുറച്ചാൽ 5. അപ്പൊ എന്താ പ്രത്യേകത? ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് ഈ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും. ഇതിൽ നിന്ന് 1 കുറവായിട്ടാണ് നമ്പർ വരുന്നതെങ്കിൽ ഇതിൽ നിന്നും 1 കുറച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ സിമ്പിൾ ആയില്ലേ? അപ്പൊ ഇതിനേക്കാളും 1 കുറവല്ലേ ഇത്? അപ്പൊ ഇതിനേക്കാളും 1 കുറച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ നമുക്ക് എത്ര കിട്ടും? സിമ്പിൾ 5873 കുറച്ചാൽ മതി. സംശയമുണ്ട് നിങ്ങൾ കുറച്ച് നോക്കിക്കോ. ഇതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന അതേ ആൻസർ തന്നെ ഈ 7999 ഈ നമ്പർ കുറച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? ഇനി അതേപോലെ ഇതിനേക്കാളും 1 കൂടെ കൂട്ടിയ നമ്പറാണ് പറയുന്നതെങ്കിൽ അപ്പൊ ആ തന്നിരിക്കുന്ന നമ്പറിന്റെ പകരം 1 കൂടെ കൂട്ടിയിട്ട് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. ആ ബന്ധം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പ്രയാസേ ഇല്ല. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? കൃത്യം മനസ്സിലായല്ലോ ഈ ഐഡിയ? ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ നിങ്ങളിപ്പോൾ 5 വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ കണ്ടു. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റിയതുണ്ടാവാം, ചിലത് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, പ്രയാസവും ചിലപ്പോൾ ഉണ്ടായി കുഴപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സമാധാനത്തോടെ ഓരോ ചോദ്യം, പ്രത്യേകതയുള്ള ഓരോ ചോദ്യം കാണുമ്പോഴും ഇത് എനിക്ക് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തോടെ തന്നെ മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആത്മവിശ്വാസത്തോടെ എനിക്ക് കഴിയും എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് തന്നെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഓരോ ചോദ്യങ്ങളെയും പരിചയപ്പെടാൻ ഇതുപോലുള്ള സീരീസുകൾ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ അത് അറിയിക്കുക. നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ.